നമസ്കാരം. ഒരു കാലഘട്ടത്തിൽ കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ പട്ടാളത്തിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഉഴുതുമറിക്കലിൽ ചോര നിറമാർന്ന ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശ് ഈ അടുത്തിടെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ വിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളാലാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. ഷെയ്ഖ് ഹസീനക്കെതിരെയുള്ള പോരാട്ടം എന്ന രീതിയിൽ തുടങ്ങിവെച്ച ഒരു പോരാട്ടം, ഒരു പ്രക്ഷോഭം, അത് പിന്നീട് ഒരു വംശഹത്യയിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ ആരും ഇല്ലാത്തവർക്ക് ചോദിക്കാൻ ദൈവമുണ്ടാകും എന്ന ഒരു ചൊല്ലുപോലെ മ്യാൻമറിലെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഒരു വിമത സൈനിക വിഭാഗമായ അറാക്കൻ ആർമി എന്ന് പറയുന്ന തേരവാദ ബുദ്ധമതത്തിന്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു സൈനിക ഗ്രൂപ്പ് ബംഗ്ലാദേശ് മ്യാൻമർ അതിർത്തിയിലെ വലിയൊരു പ്രദേശമായ റാഖൈൻ പ്രദേശം കീഴടക്കി, സമ്പൂർണമായും അവസാന പട്ടണമായ റാഖൈൻ പട്ടണം പോലും കീഴടക്കിയിരിക്കുന്നു. ബംഗ്ലാദേശ് മ്യാൻമർ അതിർത്തിയിലെ 270 ചതുരശ്ര കിലോമീറ്റർ അവരുടെ സ്വാധീന വലയത്തിലായിരിക്കുന്നു. മാത്രമല്ല 2009 ഈ സംഘടന രൂപീകരിക്കപ്പെടുന്നത്. തൊഴിൽ തേടി ചൈനയിലേക്ക് പോയ ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ഒരു ആശയം പൊട്ടിപ്പുറപ്പെടുകയും അത് പിന്നീട് മ്യാൻമറിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ നോബൽ സമ്മാന ജേതാവായ ആങ് സാൻ സൂചിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ ഗവൺമെന്റിന്റെ പട്ടാള ഭരണകൂടം അട്ടിമറിക്കുകയും പട്ടാള ഭരണത്തിലേക്ക് മ്യാൻമർ പോവുകയും ചെയ്തു. അതിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ആയിരക്കണക്കിന് ആളുകളെ ക്രൂരമായ രീതിയിൽ അടിച്ചമർത്തിയാണ് അവിടുത്തെ പട്ടാളം. ഇതിനെതിരെയുള്ള ഒരു അമർഷം മ്യാൻമർ ജനതയിൽ ഉണ്ടായിരുന്നു. ആ അമർഷത്തെ കൃത്യമായി ചൂഷണം ചെയ്യുവാൻ ഇതുപോലെയുള്ള ഒരു വിമത സേനയ്ക്കായി. അവരുടെ വളർച്ച പെട്ടെന്നായിരുന്നു. പല ഇടങ്ങളിൽ നിന്നും മ്യാൻമർ സേന തോറ്റോടി. ബംഗ്ലാദേശ് അതിർത്തിയിൽ മ്യാൻമർ അതിർത്തിയിൽ വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു. തേരവാദ ബുദ്ധമത സന്യാസിമാരുടെയും ആ വിഭാഗത്തിന്റെയും വലിയൊരു പിന്തുണയുണ്ട്. ഈ അറാക്കൻ സൈന്യം 40,000-40,000 ആളുകളുള്ള സുശക്തമായ ഒരു സംഘടനയാണ്. ഒളിപ്പോരിൽ അഗ്രഗണ്യന്മാരായ ഈ ജനതയെ ഈ സൈന്യത്തെ തോൽപ്പിക്കുവാൻ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെയാണ് പേരുകെട്ട മ്യാൻമർ സൈന്യം തോറ്റോടിയത്. ഈ അറാക്കൻ സൈന്യം ബംഗ്ലാദേശിലെ ഹിന്ദു ബുദ്ധ വിഭാഗങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചു. ആ പ്രദേശത്തിന്റെ സ്വാധീനം അരക്കിട്ടുറപ്പിച്ചാൽ അധികം താമസിയാതെ ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, ഹിന്ദു ബുദ്ധ വിഭാഗങ്ങളെ സംരക്ഷിക്കുവാൻ എന്ന പേരിൽ ധാക്കയിലേക്ക് അവർ മാർച്ച് നടത്തുമോ, അത് പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ് ഇന്ന് ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അത്രയും സുശക്തമായ, നമുക്കറിയാം ബംഗ്ലാദേശിലെ മുല്ലമാർ നയിക്കുന്ന ഈ വാഴപ്പിണ്ടിയിൽ നിന്ന് ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്ന മുല്ലമാര് നയിക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഒരു മേഖലയിലും അതിന് മാത്രം വളർച്ച പ്രാപിച്ചിട്ടില്ലാത്ത ദുർബലമായിട്ടുള്ള ഒരു സൈന്യമുള്ള ബംഗ്ലാദേശ് എത്രയും എളുപ്പത്തിൽ അവർക്ക് കീഴടങ്ങാനാണ് സാധ്യത. പണ്ട് വയലാർ പാടിയതുപോലെ ഒരുപാട് വയലാർ പറഞ്ഞിട്ടുണ്ട്, ഈ അധസ്ഥിതരായിട്ടുള്ള, ആക്രമിക്കപ്പെടുന്ന ദുർബലരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ അതേ അവസ്ഥയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു ബുദ്ധ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അത്രത്തോളം പീഡനങ്ങൾ അനുഭവിച്ചു. ഒരു വംശഹത്യ നേരിട്ടു അവര്. അപ്പോ നമുക്ക് പറയാനുള്ളത് അറാക്കൻ അറാക്കൻ സേനയുടെ ഈ നിലപാടുകൾ, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനത്തിനെതിരെ അവരെടുത്ത നിലപാടുകൾ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതിരിക്കുമോ, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. പണ്ട് ചങ്ങമ്പുഴ പാടിയതാണ്. ആ വാക്യമാണ് ഓർമ്മിപ്പിക്കുവാനുള്ളത്. ബംഗ്ലാദേശ് അവരുടെ സ്വയം കൃതാനാർത്ഥം അവർ ചെയ്ത കാര്യങ്ങൾക്ക് വാങ്ങിക്കുന്നു. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറഞ്ഞതുപോലെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുവെന്നേ വരൂ എന്നത് പറഞ്ഞതുപോലെ
അതിർത്തിയിൽ വലിയൊരു ശത്രുവിനെ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ടുള്ള സുശക്തമായ ഒരു സൈനിക വിഭാഗത്തെയാണ് എന്നുള്ളതും കൂടി ഇന്ത്യയുടെ സഹായം ഇല്ലാതെ, ഈ ഭാരതത്തിന്റെ സഹായമില്ലാതെ അതിനെ ചെറുക്കുവാൻ ഒരു അർത്ഥത്തിലും അവർക്ക് സാധിക്കില്ല എന്നുള്ളത് കൂടി ഓർക്കുമ്പോഴാണ് ബംഗ്ലാദേശ് പെട്ടിട്ടുള്ള ഈ വലിയൊരു സമസ്യ, അതിന് എന്താണ് ഉത്തരം എന്നത് മാത്രമാണ്, അത് കാലം തെളിയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.